തൃണമൂൽ കോൺഗ്രസ് പുറത്താക്കിയ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിനു പിന്നാലെ പശ്ചിമ ബംഗാളിൽ നാടകീയമായ സംഭവവികാസങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത്. നേതൃത്വത്തിനെതിരെ കലഹിച്ച ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയോടെയാണ് ഋതബ്രത പ്രതിപക്ഷ നേതാവായി മാറിയത്. ഇതിനു പിന്നാലെ തൃണമൂൽ പാർലമെന്ററി പാർട്ടിയിലും പിളർപ്പുണ്ടായേക്കുമെന്നാണ് സൂചനകൾ. പാർലമെന്റിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ MP-മാർ കത്ത് നൽകാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ബുധനാഴ്ചയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് പുറത്താക്കിയ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ രജീന്ദ്ര ബോസ് അംഗീകരിച്ചത്. നിലവിൽ 60 MLA-മാരുടെ പിന്തുണയാണ് ഋതബ്രത ബാനർജിക്കുള്ളത്. തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് കാട്ടി വിമതർ സ്പീക്കർക്ക് കത്ത് നൽകിയതോടെയാണ് ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ അംഗീകരിച്ചത്. സഭയിൽ പ്രതിപക്ഷ നേതാവിനുള്ള മുറിയുടെ താക്കോലും സ്പീക്കർ ഋതബ്രത ബാനർജിക്ക് കൈമാറിയിട്ടുണ്ട്. ആകെ 80 MLA-മാരാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. 3-2 ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധനം മറികടക്കാൻ വിമതർക്കാകും. മമതയുടെ അനന്തരവനും MP-യുമായ അഭിഷേക് ബാനർജി പാർട്ടി നേതൃത്വത്തിൽ പിടിമുറുക്കിയതും മമതയ്ക്ക് പിന്നാലെ രണ്ടാമനായി വളർന്നതുമാണ് മറ്റു നേതാക്കളെ അസ്വസ്ഥരാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ശോഭൻ ദേവ് ചതോപാധ്യായയാണ് മമതാ ബാനർജി നേരത്തെ പ്രതിപക്ഷ നേതാവായി നിർദ്ദേശിച്ചിരുന്നത്. ഇതുന്നയിച്ച് തൃണമൂൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി നിയമസഭാ സ്പീക്കർക്ക് കത്തും നൽകി. എന്നാൽ അഭിഷേക് ബാനർജി നൽകിയ കത്തിലെ MLA-മാരുടെ ഒപ്പ് വ്യാജമാണെന്ന് വിമത MLA-മാർ ആരോപിച്ചു. ഇതേ വാദമുന്നയിച്ച് തൃണമൂൽ MLA-മാരായ ഋതബ്രത ബാനർജിയും സന്ദീപൻ സാഹയും നിയമസഭാ സെക്രട്ടേറിയറ്റിന് പരാതി നൽകുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് പിന്നാലെ ഇരുവരെയും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് മമതാ ബാനർജി പുറത്താക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് മമതാ ബാനർജിയെ ഞെട്ടിച്ച് വിമത MLA-മാർ സ്പീക്കറെ കണ്ട് അവകാശവാദം ഉന്നയിക്കുകയും ഋതബ്രത ബാനർജി പ്രതിപക്ഷ നേതാവാകുകയും ചെയ്തത്. പാർട്ടി പിളർന്നെങ്കിലും മമത തന്നെയാണ് തങ്ങളുടെ നേതാവെന്നാണ് ഋതബ്രത ബാനർജി അടക്കമുള്ളവരുടെ പ്രതികരണം. പുതിയ പാർട്ടി രൂപവൽക്കരിക്കാനില്ലെന്നും തൃണമൂലിന്റെ കൊടിക്ക് പിന്നിൽ തന്നെ പ്രവർത്തിക്കുമെന്നും വിമത MLA-മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തൃണമൂലിലെ പ്രതിസന്ധി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. വിമത തൃണമൂൽ MLA-മാരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കില്ലെന്ന് നേരത്തെ BJP വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലെ പിളർപ്പ് പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടാകുന്നത് തങ്ങൾക്ക് ഗുണകമാകുമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. ലോക്സഭയിലെ 28 തൃണമൂൽ കോൺഗ്രസ് MP-മാരിൽ 18 പേരെങ്കിലും വിമത വിഭാഗത്തിനൊപ്പം നിന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇവർ സഭയിൽ പ്രത്യേക ബ്ലോക്കായിരുന്നാൽ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളടക്കം പാസാക്കാൻ BJP-ക്ക് എളുപ്പമാകും. ഇതിനിടെ വിമത MLA-മാരെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് കോൺഗ്രസ് നേതാവ് അതിരഞ്ജൻ ചൗധരിയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് പാർട്ടിയുടെ അറിവോടെയല്ലെന്ന് AICC വ്യക്തമാക്കിയിട്ടുണ്ട്. നാടകീയമായ അട്ടിമറി നീക്കങ്ങൾക്കിടയിലും മമതാ ബാനർജി ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. തിങ്കളാഴ്ച അവർ ഡൽഹിയിലെത്തുമെന്നാണ് വിവരം. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം മമത വിളിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്.